കരിയർ ഗ്രാഫിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു കരിയർ എല്ലാ വിദ്യാർത്ഥികളുടെയും സ്വപ്നമാണ്. ആ കരിയറിൽ എത്തിപ്പെടാൻ നല്ല വിദ്യാഭ്യാസം കൂടിയേ തീരൂ. ഹോം സയൻസ് എന്ന വിഷയത്തെക്കുറിച്ചും അതിൻ്റെ കരിയർ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ചേരുന്നു തൊടുപുഴ BEd ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീജിത്ത് K. നായർ സർ. സ്വാഗതം സർ. നമസ്കാരം. ഹോം സയൻസ് എന്ന വിഷയത്തെക്കുറിച്ച് ആദ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് വെറും പാചകം മാത്രമാണോ ഈ വിഷയം എന്നാണ്. അതൊരു വലിയ സംശയമായി തന്നെ നിലനിൽക്കുന്നു ചിലരിൽ. പക്ഷേ അതൊരു മിഥ്യാധാരണയായിട്ടും ചിലരുടെ നിലനിൽക്കുന്നു. എന്താണ് സാർ ശരിക്കും ഹോം സയൻസ് എന്ന സബ്ജക്റ്റ്? നമ്മുടെ നാട്ടിൽ ധാരാളം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിലവിൽ. പക്ഷേ ഇതിലേതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിയർ എന്ന് കണ്ടെത്തുന്നതിൽ പലപ്പോഴും പലർ പരാജിതർ തന്നെയാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി സോപ്പിൻ്റെ റാക്ക് നിറയെ സോപ്പ് ഇരിക്കുന്നു. ഇതിലേതാണ് ലെക്സ് വേണോ, പിയേഴ്സ് വേണോ, ഹമാം വേണോ എന്ന് പറയുന്നത് പോലെ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് കോഴ്സുകളുണ്ട്, മറ്റ് IT ഫീൽഡുകളുണ്ട്, MBBS ഉണ്ട്, ടീച്ചിങ് ഉണ്ട് എന്ന് വേണ്ട ധാരാളം കോഴ്സുകൾ ഉള്ളത് കൊണ്ട് കുട്ടികൾ പൊതുവെ ചെയ്യുന്നത് അവരുടെ ഫ്രണ്ട്സ്, അവരുടെ വീട്ടുകാരുടെ താല്പര്യം, അവർക്കറിയാവുന്ന ആളുകൾ പോകുന്നത്, നല്ല അച്ചീവ്മെൻറ്റ് നേടിയിട്ടുള്ള ആളുകൾ പഠിച്ച കോഴ്സുകൾ, അപ്പം അങ്ങനെ അങ്ങ് ചൂസ് ചെയ്യും. മറിച്ച് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഇപ്പോൾ കുറച്ച് ഫ്രീലാൻസ് ആയിട്ടൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക്, കുറച്ച് പ്രൈവറ്റായിട്ട് വീട്ടിലിരുന്ന് ഏൺ ചെയ്യാൻ, വർക്ക് ചെയ്യാൻ അങ്ങനെ താല്പര്യമുള്ളവർക്കെല്ലാം സുഖമായിട്ട് ചൂസ് ചെയ്ത് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു നല്ല കോഴ്സാണ് ഹോം സയൻസ് കോഴ്സ്. പറഞ്ഞ പോലെ നമുക്കെല്ലാം ഒരു ധാരണയുണ്ട്, ഇത് വെറും കുക്കറി ഷോയാണ്, ചോറും കറി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന കോഴ്സാണെന്നാണ് നമ്മളുടെ എല്ലാം ഒരു ധാരണ. പക്ഷേ അത് തെറ്റാണ്. എന്താണ് ഹോം സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് എ ഹോം, സയൻസ് ഓഫ് ഹോം മേക്കിംഗ്. അപ്പോൾ ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ആളുകളുണ്ട്. ആ ആളുകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന എലമെൻ്റ് സ്നേഹം. അപ്പം ആളുകൾ, ഓരോ വ്യക്തികളുണ്ട്, വ്യക്തികളുടെ കാര്യങ്ങളുണ്ട്, പഠിക്കണം വരുന്നുണ്ട്. ഈ വ്യക്തികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന എലമെൻ്റ് സ്നേഹം. അപ്പോൾ അവിടെ സൈക്കോളജി വരുന്നുണ്ട്. അവിടെ നമ്മൾ ചോറും കറിയും വയ്ക്കുന്നുണ്ട്, ഫുഡിനകത്ത് അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യൻസ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. ക്ലെൻലിനെസ് അതിനകത്ത് വരുന്നുണ്ട്. ഹൈജീൻ, നല്ല ശീലങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ധാരാളം ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം അടങ്ങിയതാണ് ഈ ഹോം സയൻസ് കോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഈ കുക്കിംഗ്. അപ്പം ഇത് നമ്മളുടെ ഒരു മിഥ്യാധാരണയുണ്ട്. അപ്പം ധാരാളം നമുക്ക് പ്രയോജനപ്രദമായ ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കോഴ്സാണ് ഹോം സയൻസ്. അതിൽ ഒരു ഘടകം മാത്രമേ ആകുന്നുള്ളൂ കുക്കിംഗ്. ഹോം സയൻസ് ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ എടുക്കുന്ന കുട്ടിക്ക് എന്താണ് സാർ ഒരു അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്? +2 ആണ് BSc ഹോം സയൻസിന് ചേരാനുള്ള അടിസ്ഥാന യോഗ്യത. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ BScക്ക് ചേരണമെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രിക്ക് ചേരണമെങ്കിൽ +2 ആണല്ലോ അടിസ്ഥാന യോഗ്യത. അപ്പോൾ അതുകൊണ്ട് ഇതിനും BSc ഹോം സയൻസിന് ചേരണമെങ്കിലും +2 ആണ് അടിസ്ഥാന യോഗ്യത. പക്ഷേ +2ന് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്കാണ് കൂടുതൽ പ്രിഫറൻസ് എന്നല്ല, സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം എന്നാലേ നമുക്ക് BSc, കാരണം BSc ഹോം സയൻസ് ആണ്. തുടർന്ന് BSc ഹോം സയൻസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ MSc ഹോം സയൻസിന് പോകാം, കണ്ടിന്യൂ ചെയ്ത് പോകാം. പക്ഷെ കൂടുതലും ഇത് റെഗുലർ സ്ട്രീം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റെഗുലർ സ്ട്രീമിൽ പഠിക്കുന്നവർക്കുടെ കാര്യമാണ്. പക്ഷെ കൂടുതലും ഹോം സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതലും ഈ ചെറിയ സ്ഥാപനങ്ങളിൽ പോയി പഠിച്ച് നമ്മളുടെ വീട്ടിലിരുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന തലത്തിലാണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഒരു കല്യാണത്തിന് ഒരുക്കങ്ങൾ നടത്തുന്നു. അപ്പം ആ ഇവൻറ്റ് മാനേജ്മെൻറ്റ് പോലത്തെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് അപ്പം ഡിഗ്രി അല്ലെങ്കിൽ ആ സർട്ടിഫിക്കേഷന് വലിയ പ്രാധാന്യം വരുന്നില്ല. ഇപ്പോൾ നമ്മൾ സർക്കാർ ജോലിക്ക് പോകുമ്പം സർട്ടിഫിക്കറ്റ് വേണം. പക്ഷേ ഇവിടെ നമ്മൾ പ്രൈവറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രാധാന്യം വരുന്നില്ല. അപ്പോൾ കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്നത് ഇപ്പം +2 കഴിഞ്ഞിട്ട് പോകുന്ന ഒരു പ്രവണത അല്ല നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഇവർ ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞ്, കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫ്രീ ആയിട്ട് ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായി. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ്, കുട്ടികളൊക്കെ ആയി അവരുടെ ചെറുപ്രായം എല്ലാം കഴിഞ്ഞ് സ്കൂളിലായി. അപ്പം വീട്ടമ്മമാർക്ക് കുറേ ടൈം കിട്ടും. ഈ ടൈം എങ്ങനെ ക്രിയേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം?
അപ്പം അങ്ങനത്തെ പഠിത്തമാണ് ഈ ഹോം സയൻസ് കോഴ്സിൽ പഠിക്കുന്നത്. അപ്പം അങ്ങനെ ആളുകൾ ചൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ അടിസ്ഥാന യോഗ്യത വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. നമുക്ക് അറ്റ് എനി ടൈം നമുക്ക് ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നമ്മൾക്ക് ആവശ്യമുള്ള ഒരു പാക്കേജായിട്ട് നമുക്ക് ചേരാം. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സോ അല്ലെങ്കിൽ ന്യൂട്രീഷൻ കോഴ്സോ അല്ലെങ്കിൽ ഹോം മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയ ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ കുറേ സമയവും എല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു പാക്കേജ് തന്നെ ചൂസ് ചെയ്യാം. അപ്പം അടിസ്ഥാനപരമായിട്ട് ഇതിന് +2 ആണ് റെഗുലർ സ്ട്രീമിൽ വേണ്ടതെങ്കിലും നമ്മൾ പ്രൈവറ്റ് മേഖലയിലെല്ലാം പോയി പഠിക്കുമ്പോൾ ഇതിന് യോഗ്യത ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. അറ്റ് എനി ടൈം എനിബഡി ക്യാൻ ഡു. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഹോം സയൻസ് എന്നൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത്. അതിപ്പോൾ പുരുഷന്മാർ തിരഞ്ഞെടുക്കാത്തതിനൊരു കാരണം ഒരു പക്ഷേ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. സാറിൻ്റെ അഭിപ്രായത്തിൽ അതെന്താണ്? ശരിക്കും അങ്ങനെയാണ്. സ്ത്രീകളാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഇപ്പം നമ്മൾ പറയുമല്ലോ ടീച്ചിങ്ങിന് കൂടുതൽ ലേഡീസാണ് പ്രിഫർ ചെയ്യുന്നത്, ജെൻസ് വളരെ കുറവാണെന്ന് പറയുന്നത് പോലെ ഈ ഹോം സയൻസ് കോഴ്സും ലേഡീസാണ് നോർമലി പ്രിഫർ ചെയ്യുന്നത്. അതങ്ങനെ ഒരു നിബന്ധന ഉള്ളത് കൊണ്ടല്ല. ജെൻസിനും ചേരാം, അവരും വെൽക്കമാണ്. പക്ഷെ ഈ കുക്കിംഗ് ഉള്ളത് കൊണ്ടും അതുപോലെ ഇതിനകത്ത് ന്യൂട്രീഷൻ കോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാകാം ഒരു പക്ഷേ. പിന്നെ കൂടുതൽ ആളുകളും നമ്മൾ പറഞ്ഞതുപോലെ അവർ വീട്ടിലിരുന്ന് ഒഴിവ് സമയത്ത് എന്തെങ്കിലും ചെയ്യാനുള്ള കോഴ്സുകൾ ആ രീതിയിലാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത് കൊണ്ടൊക്കെ ആകാം കൂടുതലും ലേഡീസ് ഈ കോഴ്സിലേക്ക് വരുന്നതും ജെൻസ് ഈ കോഴ്സിൽ നിന്നും മാറി നിൽക്കുന്നതും. എന്നാൽ നിയമപരമായിട്ടൊരു തടസ്സങ്ങളുമില്ല. ഇനി ഭാവിയിൽ ഒരു പക്ഷേ ഇപ്പം ഇക്വാളിറ്റിയുടെ ഒരു കാലമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ ഒരു പക്ഷേ ജെൻസ് ഇതിനകത്ത് കൂടുതലായിട്ട് വന്നേക്കാം. ഭാവിയിൽ ഈ കോഴ്സ് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നേക്കാം. ഇപ്പോൾ തന്നെ ഇതിനകത്തെ ഒരു ചെറിയ ഘടകമാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ചെറിയൊരു കൃഷി രീതി നമ്മൾ ഡെവലപ്പ് ചെയ്തെന്ന് വിചാരിച്ചോ. ഇപ്പോൾ എങ്ങനെ കൂണ് കൃഷി എങ്ങനെ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യാം, നമ്മൾ അതിൻ്റെ ഒരു റിസർച്ച് നടത്തി എന്തെങ്കിലും ഒരു പുതിയ പാറ്റേൺ നമ്മൾ ഫോം ചെയ്തു. അപ്പം ഇതിനെ സമൂഹത്തിലേക്ക് എത്തിക്കണ ജോലിക്ക് പറയുന്നതാണ് എക്സ്റ്റൻഷൻ. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ മറ്റ് വില്ലേജസിലേക്ക് എത്തിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഏരിയയിൽ ഒരു പക്ഷേ ചിലപ്പോൾ നാളെ ആൺകുട്ടികൾ കൂടുതലായിട്ടും വന്നേക്കാം. അപ്പം നിലവിൽ ആൺകുട്ടികൾക്ക് തടസ്സമൊന്നുമില്ല, അവർ വരാത്തതാണ്. ഹോം സയൻസ് പഠിക്കാനായിട്ട് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ ആളുകൾക്ക് അത്ര ഫെമിലിയർ അല്ല എന്നെനിക്ക് തോന്നുന്നു ഹോം സയൻസ് കോളേജുകളൊക്കെ. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സാർ കേരളത്തിൽ പൊതുവെ നമുക്ക് ഹോം സയൻസ് പഠിക്കാനായിട്ടുള്ളത്? കേരളത്തിൽ മറ്റേതൊരു ഡിഗ്രി കോഴ്സ് പോലെയും ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു റെഗുലർ സ്ട്രീമാണല്ലോ. അപ്പം ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ നമ്മൾക്ക് കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പം അതുപോലെ ഇഗ്നോ പോലത്തെ കറസ്പോണ്ടൻസ് കോഴ്സുകൾ നൽകുന്ന സെൻട്രലൈസ്ഡ് സ്ഥാപനങ്ങളുണ്ട്, സർക്കാരിൻ്റെ സ്ഥാപനം, ഔട്ട് ഓഫ് സ്റ്റേറ്റും ഉണ്ട്. അപ്പം ഈ സ്ഥാപനങ്ങളെല്ലാം മറ്റേതൊരു ഡിഗ്രി കോഴ്സും ചെയ്യുന്നത് പോലെ നമ്മൾ +2 അതിന് സയൻസിന് നല്ല മാർക്കുണ്ടെങ്കിൽ BScക്ക് ചേരാം. BSc ഹോം സയൻസിന് നല്ല മാർക്കുണ്ടെങ്കിൽ MSc, അത് കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ്, അത് കഴിഞ്ഞ് അതിൻ്റെ ഡോക്ടറേറ്റ്, അങ്ങനെ അങ്ങ് പോകാം. അപ്പോൾ ടീച്ചിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ താല്പര്യമുള്ളവർക്ക് ആ ഒരു സ്ട്രീമിൽ അങ്ങ് പോകാം. പക്ഷേ കൂടുതലായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൈവറ്റ് മേഖലകളിലാണുള്ളത്. ചെറിയ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നവർ, ചെറിയ ഡയറ്റീഷ്യൻ ആ റോള് ചെയ്യിപ്പിക്കുന്നവർ, ചെറിയ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്യിപ്പിക്കുന്നവർ. അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ചൈൽഡ് കെയറിങ്. ഇപ്പം നാട്ടിൽ വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ചെറിയ ബേബി കെയർ ആയിട്ടുള്ള സ്ഥലങ്ങൾ. കാരണം അമ്മമാർ, പേരൻസ് ജോലിക്കൊക്കെ പോകുമ്പോൾ ഈ ക്രഷ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, കൊച്ചുകുട്ടികളെ നേഴ്സറിയിലും താഴെയുള്ള കൊച്ചുകുട്ടികളെ വൈകിട്ട് വരെ അവിടെ നോക്കും. അപ്പോൾ അങ്ങനത്തെ ക്രഷുകളിലെ മെൻറ്റർമാർ, ഈ കുട്ടികളെ നോക്കുന്ന ആളുകൾ, അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം പ്രൈവറ്റ് മേഖലകളിലാണ് കൂടുതൽ. കാരണം നമ്മളിത് ചെയ്യുന്നത്
PSC എഴുതിയോ അല്ലെങ്കിൽ ഫോർമലായിട്ടുള്ള ജോലിക്കല്ല നമ്മൾ പോവുക. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ഒഴിവുള്ള സമയത്ത് നമ്മളൊരു കൃഷി നടത്തുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ നേഴ്സറി ചെടികളെല്ലാം ഡെവലപ്പ് ചെയ്ത് അത് ബഡ് ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തോ അങ്ങനെ കൊടുക്കുന്ന ഒരു, അല്ലെങ്കിൽ ചെറുതായിട്ട് കേക്ക് ഉണ്ടാക്കി കല്യാണങ്ങൾക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നു. അപ്പം അങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നമ്മൾ തന്നെ കുറച്ച് ആളുകളെ, ഒരു 4-5-6 ആളുകളെ വച്ച് നമ്മൾ തന്നെ എന്തെങ്കിലും പാക്ക് ചെയ്ത് ബൾക്കായിട്ട് വാങ്ങിച്ച് അത് പാക്ക് ചെയ്ത് ലൂസായിട്ട്, ഇത്തരം എല്ലാ കാര്യങ്ങളും ഈ ഹോം സയൻസിൽ വരും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു വീടായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, കുക്കിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരും. അപ്പം ഇങ്ങനെ ഇൻഫോർമലായിട്ട് പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പോയി ഇൻഫോർമലായിട്ട് പഠിച്ച് ഇൻഫോർമലായിട്ട് ജോലി ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ ഫീൽഡിൽ കൂടുതലും കണ്ടുവരുന്നത്. അപ്പം ഫോർമലായിട്ടുള്ളത് പ്രിഫർ ചെയ്ത് ആ സ്ട്രീമിൽ പോകാം, ഇൻഫോർമലായിട്ടുള്ള ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ച് ഇൻഫോർമൽ ജോലി ചെയ്ത് പോകാം. രണ്ടിനും നമ്മുടെ നാട്ടിൽ ധാരാളം പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഇതുകൂടാതെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കറസ്പോണ്ടൻസ് ആയിട്ട് പഠിക്കാവുന്ന സ്ഥാപനങ്ങൾ അതുമുണ്ട്. പക്ഷേ ഇതിലെല്ലാം കുറച്ച് പ്രാക്ടിക്കൽ വരും. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ചെറിയ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പം കുറച്ച് ദിവസമെങ്കിലും അല്ലെങ്കിൽ കുറച്ച് അറ്റൻഡൻസിൻ്റെ എല്ലാം പ്രശ്നമുണ്ട് എവിടെയും. അപ്പം അതുകൊണ്ട് കൂടിയാണ് ആളുകൾ വീടിനടുത്തുള്ള സ്ഥാപനങ്ങളിൽ, കാരണം ദൂരെ എല്ലാം പോയി വീട്ടമ്മമാർക്കും എല്ലാം ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, അതുകൊണ്ടായിരിക്കാം കൂടുതലും നമ്മുടെ വീടിനടുത്തുള്ള ഇൻഫോർമൽ സ്ഥാപനങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ട്രീമും സുലഭമാണ്. ഏതാണോ നിങ്ങൾക്ക് വഴങ്ങുന്നത് അത് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫോർമൽ രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ, ഫോർമൽ എഡ്യൂക്കേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ഡിഗ്രിയാണ് ചൂസ് ചെയ്യുന്ന ഒരു കുട്ടിയെങ്കിൽ അതിലുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് എന്താണ് സാർ? അതിനകത്ത് മെയിനായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ, പാചകം, അതിനകത്ത് കുക്കിംഗ് അതിനകത്ത് വരും. അപ്പം ചെറിയ ചെറിയ ലെവലിലാണെങ്കിൽ നമ്മുടെ എന്താണ് കേരള ഡിഷസിൽ ഒതുങ്ങും. കുറച്ചുകൂടി വിപുലമായിട്ടുള്ളതാണെങ്കിൽ ഇന്ത്യൻ ഡിഷസ്, കോണ്ടിനെൻ്റൽ, അതങ്ങനെ കുക്കിംഗ് ആ സൈഡ് അങ്ങനെ പോകും. ഇവിടെയും കമ്മ്യൂണിക്കേഷൻ ഒരു വിഷയമാണ്. കമ്മ്യൂണിക്കേഷൻ കാരണം എപ്പോഴും ഹ്യൂമൻ മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിലേഷൻസും എല്ലാം ഇവിടെ ഉള്ളത് കൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ ഭാഷ ഒരു വിഷയമായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ഇവിടെയും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബന്ധങ്ങൾ നിലനിർത്തുന്ന, അതിപ്പോൾ വീട്ടിലെ ആണെങ്കിലും ചെറിയ ചെറിയ സമൂഹത്തിലെ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ജോലി കൊടുക്കുന്ന ആ ഒരു ചെറിയ എംപ്ലോയീസിനാണെങ്കിലും എല്ലാം ഹ്യൂമൻ റിലേഷൻസ് ഒരു പ്രശ്നമായതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സൈക്കോളജി അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ന്യൂട്രീഷൻ, ഓരോ എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അങ്ങനെ കുറച്ച് ന്യൂട്രീഷൻ വാല്യൂസിനെ കുറിച്ചും, അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള, നമ്മൾ ഉപേക്ഷിക്കേണ്ട ആയിട്ടുള്ള ഭക്ഷണ രീതികൾ, നമ്മൾ ശീലിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണ രീതികൾ, അപ്പം അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫസ്റ്റ് എയ്ഡ്, എളുപ്പത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ എല്ലാവരുടെയും ഹെൽത്ത് നോക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് പൊള്ളിയാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കിന് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ കുറച്ച് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാമാണ് അടിസ്ഥാനപരമായിട്ട് ഏതൊരു ഈ ഹോം സയൻസ് കോഴ്സിലും ജനറലായിട്ട് വരുന്ന കോഴ്സുകൾ. പിന്നെ സ്പെഷ്യലൈസേഷൻ, ഇപ്പം എന്താണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അത് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്യാം. അപ്പം അത് നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കും. ഇപ്പോൾ കുക്കറി, അതിനെ സ്പെഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വെറൈറ്റി ഓഫ് കുക്കിംഗ്, ഇന്ത്യൻ, ഫോറിൻ ഡിഷസ്, കോണ്ടിനെ, അതങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യാം. ഇപ്പോൾ ബേബി സിറ്ററായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് അങ്ങനെ കുറച്ച് ചൈൽഡ് സൈക്കോളജിയും അതെല്ലാം പഠിച്ച് അങ്ങനെ പോകാം. അപ്പം ഇതെല്ലാമാണ് അടിസ്ഥാനപരമായിട്ട് ഈ ഒരു കോഴ്സിൻ്റെ വിഷയങ്ങളായിട്ട് വരിക. ഹോം സയൻസ് പഠിച്ചതിന് ശേഷം നമുക്ക് വിദേശത്തേക്കുള്ള തൊഴിൽ സാധ്യതകൾ കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ സാർ? ഇപ്പോൾ കൂടി വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം ഇപ്പം എല്ലാം ഇവൻറ്റ് മാനേജ്മെൻറ്റായി മാറിയല്ലോ. കാരണം പണ്ടത്തെ പോലെ എല്ലാം ഈ വീട്ടിലുള്ള ആളുകൾക്ക് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, ഇപ്പോൾ ജോലി ഉള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ സ്ഥല സൗകര്യങ്ങൾ കുറവുള്ളത് കൊണ്ടാകാം, ഓഡിറ്റോറിയത്തിൽ വെച്ചും ഇവൻറ്റ് മാനേജ്മെൻറ്റും അവരെല്ലാമാണ് ചെയ്യുന്നത് ഫങ്ഷൻസ്. അപ്പം അത് കൂടി വരുവാണ്. ഇനി ഭാവിയിലും അത് കൂടി വരികയുള്ളൂ.
അപ്പം വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ദുബായ് മേഖലകളിൽ അവിടെയെല്ലാം ഈ ഹോം സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ നല്ല സ്കോപ്പാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയിട്ടുള്ള ധാരാളം ആളുകൾ ഇപ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു, അപ്പോൾ വൈഫിന് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ സ്വയം ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്കാകാം, ചിലപ്പോൾ അവർ അയൽവക്കത്ത് താമസിക്കുന്ന 2-3 പേര് ചേർന്നിട്ടാകാം, അങ്ങനെ ചേരുന്നു, ചെയ്യുന്നു. ഇതെല്ലാം വളരെ സക്സസ്ഫുള്ളായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മുടെ നാട്ടിലും ഇപ്പോൾ അത് വർദ്ധിച്ചു വരികയാണ്. വിദേശ രാജ്യങ്ങളിലും നല്ല സ്കോപ്പുള്ളൊരു കോഴ്സാണ്. നമ്മുടെ നാട്ടിലും വളർന്നു വരുന്ന ഭാവി തലമുറയ്ക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന, ആൺ പെൺ വ്യത്യാസമില്ലാതെ ചൂസ് ചെയ്യാവുന്ന ഒരു കോഴ്സാണ് ഹോം സയൻസ് കോഴ്സ്. ഇതിൻ്റെ സ്കോപ്പ് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിലെല്ലാം കാണുന്നത്. എന്തൊക്കെ സ്കില്ലുള്ള കുട്ടികളാണ് ഹോം സയൻസ് ഓപ്റ്റ് ചെയ്യേണ്ടതെന്ന് സാറൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ഒരു സയൻസിനോടൊരു താല്പര്യമുള്ള കുട്ടികൾ, കെമിസ്ട്രി, കെമിക്കൽസ്, അതുപോലെ ബോട്ടണി, സുവോളജി, അങ്ങനെയുള്ള കാര്യത്തോടൊരു താല്പര്യമുള്ള കുട്ടികൾക്ക്, അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ കുറച്ച് ഫുഡി ആയിട്ടുള്ള ഫുഡിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ സാധാരണ അങ്ങനെ നോക്കാറില്ല. പക്ഷെ വളരെ റെയറായിട്ടുള്ള ചില ആളുകൾ ഒരു പാക്ക് കിട്ടിയാൽ, ഇപ്പം എന്ത് ജങ്ക് ഫുഡോ എന്തോ ആയിക്കോട്ടെ, അവരതിനകത്ത് നോക്കും അതിനകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കലോറി എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അപ്പം അങ്ങനെ ഈ ഫുഡായിട്ട് ബന്ധപ്പെട്ട് മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്ന ആളുകൾ, പിന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഇപ്പോൾ ആരുടെയും കീഴിൽ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, നമുക്ക് കുറച്ച് സമയം ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക്. പിന്നെ നമ്മൾ ഇപ്പം മനുഷ്യനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം മൾട്ടിറ്റ്യൂഡ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്. സ്പോർട്സിലായിരിക്കും താല്പര്യം, ചിലർക്ക് ആർട്സിലായിരിക്കും താല്പര്യം, ചിലർക്ക് കഥ എഴുതാനായിരിക്കും താല്പര്യം. അപ്പം അങ്ങനെ വരുന്ന ഒരു കാറ്റഗറിയാണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ്. സ്പേസിനെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ വീടിനെ എങ്ങനെ ഭംഗിയായിട്ട് അലങ്കരിച്ചിടാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് ഏത് രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം, സ്റ്റേജ് എവിടെ വയ്ക്കണം. അപ്പം അങ്ങനെ സ്പേഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള ആളുകൾ, അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ചൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ തിരിച്ചറിയണം. കുട്ടികൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാം, ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാം, എൽഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യാം. അപ്പം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് കൂടുതലുള്ള ആളുകൾ കുറച്ചുകൂടി അഫക്റ്റിവിറ്റി, അതായത് ഹോം ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പാഷനുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഫുഡ്, ന്യൂട്രീഷൻ, ആ സൈഡ് കുറച്ചുകൂടി ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട്, അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ അവരങ്ങനെ അതിലേക്ക് വരും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടേസ്റ്റ് ഉള്ള ആ ഏരിയയിൽ വന്ന് ചാടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും സ്കില്ലുകളും ഒക്കെയുള്ള കുട്ടികളായിരിക്കും കൂടുതൽ. ഹോം സയൻസ് റെഗുലറായി പോയി പഠിക്കുന്ന ഒരു കുട്ടി എങ്കിൽ വേറെ ആരുടെയും കീഴിൽ ജോലി ചെയ്യാനോ അങ്ങനെയൊന്നും താല്പര്യമില്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഹോം സയൻസിലുള്ള ആ കുട്ടിയുടെ ഭാവി? നമ്മൾ പറഞ്ഞതുപോലെ ചിലർക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റിനോടായിരിക്കും താല്പര്യം, ചിലർക്ക് എന്നാൽ ഒരു റെഗുലർ സ്ട്രീം, പെൻഷനൊക്കെയുള്ള ഏതെങ്കിലും ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ജോലിയോടായിരിക്കും താല്പര്യം. പക്ഷേ ഹോം സയൻസ് ഇഷ്ടവുമാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടിക്ക് തീർച്ചയായിട്ടും ഹോം സയൻസ് ചൂസ് ചെയ്യാം. +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഹോം സയൻസ്, നമ്മുടെ നാട്ടിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ BSc ഹോം സയൻസ് ചെയ്യാം. അതിനുശേഷം ആ കുട്ടിക്ക് മറ്റേതൊരു കുട്ടിയും സയൻസ് സ്ട്രീമിൽ ഏതൊരു കുട്ടിയും മുന്നോട്ട് പോകുന്നത് പോലെ MSc പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹോം സയൻസ് ചെയ്യാം. പിന്നെ PhD വരെ ചെയ്യാം. അപ്പം ഇവർക്കെല്ലാം കിട്ടാൻ പോകുന്ന, റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടാൻ പോകുന്ന ജോലി സാധ്യതകൾ എന്ന് പറയുന്നത് ടീച്ചിങ്. തീർച്ചയായിട്ടും ഈ സ്ഥാപനങ്ങളിലെല്ലാം പഠിപ്പിക്കാൻ ആളുകൾ വേണം, ടീച്ചിങ്. അതുപോലെ തന്നെ ഇവർക്ക് ജോലി സാധ്യതയുള്ളത് ഡയറ്റീഷ്യനായിട്ട്. ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ഡയറ്റീഷ്യൻ്റെ ഒഴിവുണ്ട്. അത് ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും ഇടയിലായിട്ട് വരുന്ന പോസ്റ്റാണ്. കുറച്ചുകൂടി ഹൈലി പെയ്ഡാണ്. അങ്ങനെ ഡയറ്റീഷ്യനായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവർക്ക് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അതൊരു വലിയ സ്കോപ്പുള്ള, ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് സ്കോപ്പ് കൂടി. ഇപ്പോൾ വീടൊക്കെ ആളുകൾ പണിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ
അത് കുറച്ചുകൂടി ഇങ്ങനെ പഠിച്ചിട്ടുള്ള ഡിസൈനേഴ്സിനെ കൊണ്ടാണ് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നത്. കാരണം അപ്പോഴാണ് ഒരു സ്റ്റാൻഡേർഡ് വരുള്ളൂ. അപ്പം അങ്ങനെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആയിട്ട് ഇവർക്ക് ജോലി ചെയ്യാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ആയിട്ട്, അതിപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് വരെ അങ്ങനെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇവരുടെ കീഴിലുള്ള ഈ ജോലിക്കാരെ മാനേജ് ചെയ്ത് ആ ടൈമിനനുസരിച്ച് ഇത് തീർക്കണം. ഇവർ തമ്മിലൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാണ്ട്. അപ്പം അങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് എങ്ങനെ ഒരു പോസ്റ്റ് ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ വലിയ ഓർഗനൈസേഷൻസ്, കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഓർഗനൈസേഷൻസിലെല്ലാം വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഫോർമലായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും ധാരാളം സ്കോപ്പുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ കൂടുതലും സെൽഫ് എംപ്ലോയീസ് ആണ് കൂടുതൽ. എങ്കിലും ഈ റെഗുലറായിട്ട് പഠിച്ച് ഫോർമൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒട്ടും മടി വേണ്ട, ധൈര്യമായിട്ട് കടന്നു വരാം. ഇനി ഈ സാധ്യതകൾ കൂടുകയുള്ളൂ, ഇത് വളർന്നു വരികയുള്ളൂ. ഹോം സയൻസ് എന്ന വിഷയത്തെക്കുറിച്ചും അതിൻ്റെ കരിയർ സാധ്യതകളെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കരിയർ ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ നന്ദി, നമസ്കാരം.